സമസ്ത ശതാബ്ദി സ്മാരക ഗ്രന്ഥം സമസ്തയുടെ 100ാം വാർഷികവുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയിട്ടുള്ള ഒരു മെഗാ പ്രോജക്റ്റാണിത്. ആൻഡ് ദിസ് ഈസ് ദ ബിഗ്ഗസ്റ്റ് പ്രോജക്റ്റ് ദാറ്റ് ഐ ഹാവ് എവർ ഡൺ ഇൻ മൈ ഫ്രീലാൻസ് ഡിസൈൻ ജേണി. എൻ്റെ ഡിസൈൻ കരിയറിൽ ഞാൻ ചെയ്തിട്ടുള്ള പ്രോജക്റ്റുകളിൽ ക്വാണ്ടിറ്റി വൈസിൽ ഏറ്റവും വലിയൊരു പ്രോജക്റ്റ്, ഏറ്റവും വലിയൊരു മെഗാ പ്രോജക്റ്റ് കൂടിയാണിത്. 1200ഓളം വരുന്ന കളർ പേജുകൾ, 2.5 മാസത്തിലേറെക്കാലം നീണ്ടു നിന്നിട്ടുള്ള വർക്ക് ടൈം ഡ്യൂറേഷൻ, ഇതിൻ്റെ ഒരു 90%, ഒരു 90% ഈ വർക്ക് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് അഡോബി ഇൻഡിസൈൻ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഇത്രയും വലിയൊരു ഗ്രന്ഥം ലേ ഔട്ട് ചെയ്തെടുക്കുമ്പോൾ, ഡിസൈൻ ചെയ്തെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ, നേരിട്ട ചലഞ്ചസ്, അത് ഓവർകം ചെയ്ത രീതികൾ, ഒരു ലേ ഔട്ട് ഡിസൈനർ ഒരു ഇൻഡിസൈൻ പോലത്തെ സോഫ്റ്റ്വെയറിൽ അറിഞ്ഞാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ലൈക്ക് എങ്ങനെ ഒരു പ്രിൻ്റ് റെഡി ഫയൽ ഫൈനലി എക്സ്പോർട്ട് ചെയ്തെടുക്കാം, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് പാരൻറ്റ് പേജുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഡിഫറെൻറ്റ് പാരഗ്രാഫ് സ്റ്റൈൽസ്, ക്യാരക്ടർ സ്റ്റൈൽസ്, അതുപോലെ തന്നെ സെപ്പറേറ്റ് കോളങ്ങളായിട്ട് ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് മലയാളത്തിൻ്റെയൊക്കെ കേസിൽ എങ്ങനെ നമുക്ക് താഴെഭാഗം ടെക്സ്റ്റുകൾ കൃത്യമായിട്ട് പെർഫെക്റ്റ്ലി അലൈൻ ചെയ്ത് വെക്കാം തുടങ്ങി എനിക്കറിയുന്നതും ഞാൻ പഠിച്ചെടുത്തതുമായിട്ടുള്ള പല കാര്യങ്ങളും അടുത്ത കുറച്ച് വീഡിയോസിൽ ഒരു സീരീസ് പോലെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സോ ലേ ഔട്ട് ഡിസൈനിങ്ങിൽ ഫോക്കസ് ചെയ്യുന്ന, പ്രത്യേകിച്ച് ക്രിയേറ്റിവിറ്റിയും പെർഫെക്ഷനും ബ്ലെൻഡ് ചെയ്തിട്ട് എങ്ങനെ മനോഹരമായ ലേ ഔട്ടുകൾ ക്രിയേറ്റ് ചെയ്തെടുക്കാം, ഡിസൈൻ ചെയ്യാം, എസ്പെഷ്യലി മാഗസിൻ്റെ കേസിൽ, പത്രങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്തൊക്കെ നല്ല ലേ ഔട്ടുകൾ എങ്ങനെ മനോഹരമായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാം എന്ന് അറിയാൻ താല്പര്യമുള്ള, പഠിക്കാൻ താല്പര്യമുള്ള ഡിസൈനേഴ്സ് ഉണ്ടെങ്കിൽ ഫോളോ ചെയ്ത് കൂടിക്കോളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും ഡിസൈനേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് കൂടി ഇതൊന്ന് ഷെയർ ചെയ്താൽ നന്നാകും. എനിവേ, സീ യു ഇൻ ദ കമ്മിങ് വീഡിയോസ്. താങ്ക് യു.